നോക്ക് മക്കളെ, നോക്കങ്ങോട്ട് നല്ല അടിപൊളി ബ്രോസ്റ്റഡ് പ്രോൺസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയലോഗൊക്കെ നല്ല കണ്ടു പരിചയം ഉണ്ടാവില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടൻ അങ്ങനെ പറയുന്നത് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോസൊക്കെ കാണാറ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ ഡയലോഗ് പറയണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബ്രോസ്റ്റഡ് പ്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടാന്ന് കേട്ടോ. ഈ റെസിപ്പി ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, അതിൻ്റെ റെസിപ്പീൻ്റെ ടേസ്റ്റൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൈകൊണ്ട് തിരുമ്മിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ബ്രോസ്റ്റഡ് ഒക്കെ ഇഷ്ടമാണോ? പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഈ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്രോസ്റ്റഡ് പ്രോൺസ് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടാവുമോ, ചെമ്മീൻ്റെ ഒരു പച്ചച്ചോയ ഉണ്ടാവൂലേ, അങ്ങനെയൊക്കെ ആവുമോ എന്നൊക്കെ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് അതിൻ്റെ എല്ലാം മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി നമുക്ക് ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ പരിപാടികളുണ്ട്. നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് ആവശ്യത്തിലുള്ള മൈദ എടുക്കുന്നുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മൈദയും പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടിയും കൂടെ വേണം കേട്ടോ. വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാൻ തോന്നുന്നു, പക്ഷെ ഞാൻ മുളക് പൊടിയാണ് എപ്പോഴും ഇടുക. ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനും വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ 1-2 പ്രാവശ്യമായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കട്ടോ. എപ്പോഴും നമുക്ക് KFCന്നോ അല്ലെങ്കിൽ ഷോപ്പുകളിൽ നിന്നൊക്കെ പോയി കഴിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പം നമുക്ക് എന്താണ് ശരീരത്തിന് നല്ല രീതിയിലുള്ള ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, എന്തായാലും ഇതൊക്കെ ഫാസ്റ്റ് ഫുഡാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയോടെ കഴിക്കാമല്ലോ. അത് വിചാരിച്ച് പുറത്തുനിന്ന് കഴിക്കേണ്ടതല്ല കേട്ടോ. എപ്പോഴും കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ദോഷഗുണങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ കഴിക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിലാണ് ഒഴിച്ചത്. ഓയിൽ വെച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച എണ്ണയിലേക്കാണ് നമുക്ക് ഇതിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മിക്സിലേക്ക് നമ്മളിത് അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന പ്രോൺസിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് കോട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ചിക്കൻ ചെയ്യുമ്പോൾ പൊതുവെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു പച്ചവെള്ളത്തിലും കൂടി ഡിപ്പ് ചെയ്തിട്ട് പിന്നെയും ഞാൻ ഒന്നും കൂടി ഈ പൊടിയിലിട്ടിട്ട് പിന്നെയാണ് എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുരിപ്പൊക്കെ ഒന്നും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കഴിച്ചു നോക്കി. അതിൻ്റെ റിസൾട്ട് അമേസിങ് ആയതുകൊണ്ട് നല്ല 100% ധൈര്യത്തിൽ പിന്നെ ബാക്കിയുള്ളത് കൂടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഈ മിക്സിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഒന്ന് തട്ടിയെടുത്തിട്ട് ആ പൊടിയിൽ നിന്ന് ഒന്ന് ജസ്റ്റ് തട്ടിയിട്ട് നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടാൽ മതി. ഓയിലാണ് ഇട്ടത്, അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റ്. അപ്പോൾ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഫ്ലെയിം വെച്ചിട്ട് വേണം വേവിക്കാൻ, കാരണം ചെമ്മീൻ നന്നായിട്ട് വേവണ്ടേ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് പൊരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ 1-2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. 100% ഞാൻ ഉറപ്പ് തരുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട്. അടിപൊളിയാണ് ഗൈസ്. ചെമ്മീൻ്റെ ആ പച്ചച്ചോയ ഒന്നുമില്ല ഗൈസ്. നമുക്ക് ചെമ്മീനാണോ സംശയം വരും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ നല്ല മയോണൈസും സോസും ഒക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഡിന്നർ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും അത്ഭുതമായിരുന്നു, കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറമായിരുന്നു കേട്ടോ ടേസ്റ്റ്. ഏട്ടനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷെ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ വീണ്ടും കാണാം.